ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുവാൻ തക്കോണം കർത്താവ് ഇങ്ങനെ അവസരം തന്നുവല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കർത്താവ് കൃപ തരികയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുഖപക്ഷം കാണിക്കുന്നവരായിട്ട് ആയിരിക്കരുത്. വി ഷുഡ് നോട്ട് ബി ഷോയിങ് പാർഷ്യാലിറ്റി, വി ഷുഡ് നോട്ട് ബി ഷോയിങ് ഫേവറിറ്റിസം. സോ ഫേവറിറ്റിസം ആൻഡ് സെക്സിസം is something that the word of God completely just goes against, or it is not in favor of favoritism or sexism. So we just have to be very careful. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നു എന്നുള്ള വസ്തുത നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുവാൻ തക്കോണം, പഠിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന ന്യായപ്രമാണത്താൽ തെളിയുന്നു. നമ്മൾ വിചാരിക്കും ഇത്രയും ചെറിയൊരു കാര്യം ദൈവം മുൻപാകെ അത്രയ്ക്ക് വലുതാണോ എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമായിരിക്കാം. അതിൻ്റെ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗത്തെല്ലാം അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായിത്തീരുന്നു. അപ്പം ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചില കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഫേവറായിട്ട് തോന്നുന്ന, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ പിക്ക് ചെയ്യുകയും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുകളയുകയും ചെയ്യുന്നവരായിട്ട് തീരാറുണ്ട്. അതുകൊണ്ട് ദൈവം മുമ്പാകെ നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. കാരണം ന്യായപ്രമാണത്തിലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വിട്ടുപോയാൽ നമ്മളെല്ലാം ലംഘിച്ചതായിട്ട്, അല്ലെങ്കിൽ ഒരെണ്ണം ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചതായിട്ടാണ് ന്യായപ്രമാണം നമ്മളെ കാണുന്നത്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ പോകുന്നവരായിട്ടല്ല നമ്മളായിരിക്കേണ്ടത്. നമ്മൾ മറിച്ച് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുള്ളവരായിട്ടാണ് തീരേണ്ടത്. യാക്കോബിൻ്റെ ലേഖനം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം, നമ്മൾ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു താക്കോൽ വാക്യം അല്ലെങ്കിൽ കീ വേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാക്യം അത് എന്ന് പറഞ്ഞാൽ, നമ്മളിലുള്ള വിശ്വാസം ജീവനുള്ളതാണെങ്കിൽ അത് നിശ്ചയമായിട്ടും അതിൻ്റെ പ്രവൃത്തി അത് വെളിപ്പെട്ട് വരും, അല്ലെങ്കിൽ കാണുവാൻ തക്കോണം സാധിക്കും. ജീവനുള്ള ഒരു വസ്തുവിനെ നോക്കിയാൽ നമുക്കറിയാം അത് ജീവനുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ചലിക്കുന്നതായിരിക്കും, അത് വളരുന്നതായിരിക്കും, അത് അതിൻ്റേതായിട്ടുള്ള ജീവനുള്ളതിൻ്റെ ആ പ്രവൃത്തി അതിൽ കാണുവാൻ തക്കോണം സാധിക്കും. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണുവാൻ തക്കോണം സാധിക്കും. ശരിക്കും നമ്മൾ കർത്താവിൽ വിശ്വസിച്ച ആൾക്കാരാണോ? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയോ എന്നുള്ളത് നമുക്ക് അറിയുവാൻ തക്കോണം സാധിക്കും. അപ്പം കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു കഴിയുമ്പം പിന്നെ നമ്മൾ എങ്ങനെ മറ്റൊരാളോട് ഫേവറിറ്റിസം കാണിക്കുകയും വേറൊരാളെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുന്നത്? കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിലരെ ശ്രേഷ്ഠരായിട്ടും ചിലരെ ശ്രേഷ്ഠരല്ലാതെയും കാണുന്നത്? നമ്മൾ അങ്ങനെ ചെയ്യുമ്പം പാപം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിക്കുവാൻ തക്കോണം, അല്ലെങ്കിൽ വചനം പഠിച്ചപ്പോഴത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ തക്കോണം ദൈവം നമുക്ക് അവസരം തന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന ആ ഭാഗം ശ്രദ്ധിക്കണമേ. 10 മുതലുള്ള വാക്യങ്ങളാണ് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ കാണുന്നു: ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായിത്തീരുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ പഴയ നിയമം യഥാർത്ഥത്തിൽ പറഞ്ഞേക്കുന്ന പഴയ നിയമത്തിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ, ചില ആൾക്കാർ അത് വളരെ ഒത്തിരി കാര്യങ്ങൾ വളരെ കർക്കശമായി ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അവർ ചിലതിൽ അവർ തെറ്റിപ്പോകുന്നു. അങ്ങനെ വരുമ്പം അവർ മൊത്തത്തിൽ ലംഘിക്കുന്നവരായിട്ടാണ് തീരുന്നത്.
എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പുതിയ നിയമവിശ്വാസികളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. അപ്പം നമ്മൾ എങ്ങനെ, നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനവും ഒക്കെ എങ്ങനെ ആയിരിക്കണം? സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം, പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം, അല്ലെങ്കിൽ പഴയ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണം മോശ നൽകിയത് നമ്മൾ ചെയ്യുന്തോറും നമ്മൾ തെറ്റുകാരായിത്തീരുന്നു. കാരണം ഒരു കാര്യം ചെയ്താൽ വേറൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുമ്പം നമ്മൾ എല്ലാത്തിലും തെറ്റിപ്പോകുന്നു. നമുക്കത് നിവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ ന്യായപ്രമാണം എന്ന് പറയുന്നത്, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്. ഇറ്റ് ലീഡ്സ് ടു ലിബർട്ടി. We are no more bound to any, things of the old. We are not bound to sinful life. We don't have to be. നമുക്കതിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ഈ പുതിയ നിയമം, അല്ലെങ്കിൽ പുതിയ ന്യായപ്രമാണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അനുസരിച്ച് ആയിരിക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഈ പഴയ നിയമത്തിൻ്റെ പല കാര്യങ്ങളും നോക്കി അത് പ്രമാണിച്ച് പോകുവാൻ തക്കവണ്ണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ നമുക്ക് ഒന്ന് ചെക്ക് മാർക്ക് ചെയ്ത്, ഓക്കെ, ഞാനത് ചെയ്തു, ഈ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിൽ ഒരു സംതൃപ്തി അണയുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും. അതുകൊണ്ട് പല ആളുകളും അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, നമുക്ക് തന്നെ ഇത് ഏറ്റവും പ്രമാണിക്കേണ്ടതാണ്, ഇത് പ്രമാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, പക്ഷെ ഇന്ന കാര്യം നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും അത് ഫോളോ ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് നിവർത്തിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരുവൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവന് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താലാണ് നമ്മളെ വിധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയുന്നുണ്ട്. ഈ അധ്യായം ഇനി ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. നമുക്ക് എത്രത്തോളം നമുക്ക് പഠിക്കാമോ അത്രത്തോളം ഇന്ന് രാത്രിയിൽ നമുക്ക് പഠിക്കുവാൻ വേണ്ടി സമയം മാറ്റിവെക്കാം. നോക്കിക്കോണം, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചില സ്ഥലത്ത് പഴയ നിയമപ്രകാരം നമുക്ക് ഒരാൾക്ക് ദോഷം ചെയ്യാതിരുന്നാൽ മാത്രം മതി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പുതിയ നിയമം അനുസരിച്ച്, പുതിയ കവനന്റ് അനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നമ്മളെല്ലാവരോടും കരുണ കാണിക്കണം. അപ്പം നമുക്ക് കരുണയുടെ രീതിയിലായിരിക്കും നമുക്ക് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പക്കൽ നിന്നും നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് തന്നെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. എങ്ങനെ ക്ഷമിക്കണം? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നവരായിരിക്കണം. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. കാരണം നമുക്ക് കരുണ ഇനി ലഭിക്കും എന്നുള്ളത് കൊണ്ടല്ല, ഓൾറെഡി നമ്മൾ കരുണ ലഭിച്ചവരായതുകൊണ്ട്, ഓൾറെഡി നമുക്ക് സ്നേഹം ലഭിച്ചവരായതുകൊണ്ട്, ഓൾറെഡി നമുക്ക് നന്മകൾ പ്രാപിച്ചവരായതുകൊണ്ട്, ഓൾറെഡി നമ്മൾ അനുഗ്രഹം പ്രാപിച്ചവരായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് ബിഹേവ് ചെയ്യേണ്ടത്. നോക്കിയേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ വാക്യത്തിലൂടെ ഒന്ന് കടന്നു പോയ ശേഷം, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ എന്ത് ഉപകാരമുള്ളത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അതിൻ്റെ ഉത്തരം എന്താ? ഒരുത്തൻ പറയുക, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഇന്ന പള്ളിയിലാണ് പോകുന്നത്, ഞാൻ ഒരു വിശ്വാസിയാണ്. പക്ഷെ അവൻ്റെ പ്രവൃത്തിയിൽ അതൊന്നും കാണുന്നില്ല. ആ വിശ്വാസം
അവനെ രക്ഷിക്കുമോ എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവനെ രക്ഷിക്കത്തില്ല. നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഇച്ചിരി ഒന്ന് പോസ് ചെയ്തത്. അതായത് നമ്മൾ പറയുകയാണ്, വിശ്വാസിയാ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, പക്ഷെ അവൻ്റെ പ്രവൃത്തിയിൽ അതൊന്നും കാണുന്നില്ല. അങ്ങനെ പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം കൊണ്ട് അവൻ യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കുമോ? യാക്കോബ് അപ്പോസ്തലൻ ആ ചോദ്യം ചോദിക്കുക. അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രാപിക്കത്തില്ല. അതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ ചോദിച്ചേക്കുന്നത്. 15-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കും നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടയ്ക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. ഈ പറച്ചിൽ മാത്രമേ ഉള്ളെങ്കിൽ, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് യേശു തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്. അവസാനത്തെ നാളിൽ അവന് ആ കൂട്ടത്തെ രണ്ടായിട്ട് തിരിക്കുകയും ഒരു കൂട്ടരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എന്നേക്ക് ആഹാരം തന്നു, ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു, ഞാൻ തടങ്കലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പം ഈ ആളുകൾ ചോദിക്കുക, കർത്താവേ, എപ്പോഴാ ഇതൊക്കെ ഞങ്ങൾ ചെയ്തത്? അപ്പോൾ കർത്താവ് അവരോട് പറയുക, ഈ ചെറിയവനിൽ ഒരുവന് നിങ്ങൾ ചെയ്തത് അത് നിങ്ങൾ എനിക്ക് ചെയ്തതാ. ഇനി വേറൊരു കൂട്ടം ആൾക്കാരും അവരും കർത്താവിനെ അറിയുന്നു എന്ന് പറഞ്ഞ് നിൽക്കുക. അവരോട് പറയുക, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടെനിക്ക് എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് കഴിക്കാൻ തന്നില്ല. അപ്പോൾ അവർ ആശ്ചര്യത്തോടെ ചോദിക്കുക, കർത്താവെ, അതെപ്പോഴായിരുന്നു? അപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ ഈ ചെറിയവന് ചെയ്യാത്തത് നിങ്ങൾ എനിക്കും ചെയ്തില്ല. അപ്പം നമ്മളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. നമുക്ക് ജീവൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? നമ്മൾ പറയാതെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം അപ്രകാരമുള്ളതാണ്. അപ്പം നിശ്ചയമായിട്ടും യേശുക്രിസ്തുവിലുള്ള വിശ്വാസമുള്ള ഒരുത്തൻ്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. ഒരുത്തനോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരുത്തനോട് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ജീവനുള്ളതാണോ അതോ നിർജീവമാണോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി കണ്ടാൽ അറിയാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രവൃത്തി ചെയ്ത് രക്ഷ പ്രാപിക്കുകയല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മളിലൂടെ ആ പ്രവൃത്തി പുറത്തേക്ക് വരികയാണ്. നമ്മൾ കരുണ ലഭിച്ചതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുന്നവരായിട്ട് തീരുന്നു. നമ്മൾ സ്നേഹം ലഭിച്ചതുകൊണ്ട് നമ്മളിലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതായി തീരുന്നു. നമ്മൾ നന്മ പ്രാപിച്ചതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്നവരായി തീരുന്നു. നമ്മൾ പലപ്പോഴും വളരെ സെൽഫിഷായിട്ടാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ കുറേശ്ശെ നമ്മുടെ വിശ്വാസം ഇല്ലാണ്ടായിത്തീരും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒറ്റ ദിവസം കൊണ്ടല്ല വിശ്വാസം ഇല്ലാതാകുന്നത്. നമ്മൾ കരുണ കാണിക്കേണ്ടിടത്ത് കരുണ കാണിക്കുന്നില്ല, നമ്മൾ സ്നേഹം കാട്ടേണ്ടിടത്ത് സ്നേഹം കാട്ടുന്നില്ല, നമ്മൾ ശ്രേഷ്ഠരായി കാണേണ്ടിടത്ത് നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കുന്നു, നമ്മൾ ഒരാളെ അവരുടെ ദുഃഖത്തിൽ ചെന്ന് കാണേണ്ട സ്ഥാനത്ത് നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങളുമായി പോകുന്നു. അങ്ങനെ പല നാൾ നമ്മൾ പോയി കഴിയുമ്പം കുറേശ്ശെ നമ്മുടെ വിശ്വാസം ഇല്ലാതാകുന്നു. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസവും പ്രവൃത്തികളില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ടെന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അപ്പം ഒരാൾ പറയുക, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ പ്രവൃത്തി വ്യത്യസ്തമാണ്.
അപ്പം നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം. കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുമ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ വിശ്വാസത്തിന് യോഗ്യമാവണ്ണം നടക്കുവാൻ, നിങ്ങൾ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം പീഡയുടെ നടുക്കൂടെ പോകുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. നമ്മൾ നമ്മുടെ വിഷയങ്ങൾ മാത്രം നോക്കും. ഒരാൾ രോഗത്തിലൂടെ കടന്നു പോകുമ്പം വേറൊരാളുടെ സുഖമല്ല നോക്കുന്നത്, നമ്മൾ നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് നോക്കുന്നത്. നമ്മൾ കഷ്ടതയിലൂടെ പോകുമ്പം എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും നോക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവിന് യോഗ്യമാവണ്ണം നടക്കാൻ നമ്മൾ വിട്ടുപോകും. അതുണ്ടാകാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നിരന്തരമായി ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഓരോ ദിവസവും അവൻ്റെ വിശ്വാസത്തിന് ക്ഷീണം സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരെ അപ്പോസ്തലനായ യാക്കോബ് ചലഞ്ച് ചെയ്യുക. ഒരു വല്ലാത്ത ചലഞ്ചാണ് ഇവിടെ പറയുന്നത്. 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. ഒരാൾ പറയുക, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ നിന്ന് പറയുന്നുണ്ടായിരിക്കാം, ദൈവം ഏകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമ്മൾ ഉരുവിടുന്നുണ്ടായിരിക്കാം. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുക, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം ഡീമൺസ് ഓൾസോ ബിലീവ് ദ സെയിം തിങ്. ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിനെ അവർക്കറിയാം, കർത്താവിനെ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതിനകത്തുള്ള കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ട് വിറയ്ക്കുകയും ചെയ്യുന്നു. They have fear. അപ്പം നമ്മൾ ദൈവത്തെ ഭയക്കുന്നു എന്നുള്ളൊരു ചെറിയ ഭയം കൊണ്ടോ, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടോ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു എന്ന് ഞാൻ വാഗൊണ്ട് ഏറ്റുപറയുന്നത് കൊണ്ട് മാത്രമായില്ല. ഈ ഏറ്റുപറച്ചിൽ നമ്മുടെ അകത്തൊരു വ്യത്യാസമുണ്ടാക്കണം. ഈ ഏറ്റുപറച്ചിൽ നമ്മുടെ പ്രവൃത്തിയിൽ കാണേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇത് കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസം നമ്മളിൽ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മളിലുള്ള ആ പറയുന്ന വിശ്വാസം അത് നിർജീവമായതാ. 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യാക്കോബ് വളരെ കട്ടിയോടുകൂടി അല്ലെങ്കിൽ വളരെ കാഠിന്യത്തോടുകൂടി പറയുന്നൊരു കാര്യമാണ്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ ഇവിടെ പ്രവൃത്തിയില്ല. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമുക്ക് അവിടെ ഒന്ന് പോസ് ചെയ്യാം. നമ്മുടെയൊക്കെ ഇടയിൽ ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർ പള്ളി വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, കൃത്യമായി വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ നോക്കിയാൽ ഇതൊന്നും കാണുന്നില്ല. അവരുടെ വിശ്വാസം അതിൻ്റെ പ്രവൃത്തി കൊണ്ടുവരുവാൻ തക്കോണം അവരതിന് അവസരം കൊടുക്കുന്നില്ല. വിശ്വാസത്തെക്കുറിച്ച് ഉപമിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 2 രീതിയിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, കടുകുമണി അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മസ്റ്റർഡ് സീഡിനോട് അതിനെ ഉപമിക്കുന്നുണ്ട്. വേറൊന്ന് ഈസ്റ്റിനോട് അല്ലെങ്കിൽ മാവിലൊക്കെ ചേർക്കുന്ന പുളിപ്പിനോട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ 2ൻ്റെയും പ്രത്യേകത എന്താ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്? നമ്മൾ മാവിനകത്ത് സ്വല്പം ഈസ്റ്റ് ചേർത്താൽ, ചെറിയൊരു എമൗണ്ടാണ് ചേർക്കുന്നത്, അത് കുറച്ച് കഴിയുന്ന ഉടനെ ആ ഈസ്റ്റ് ആ ഇരിക്കുന്ന മാവിനെ മുഴുവൻ ബാധിച്ച് അത് വലുതാകും. ആ പുളിപ്പ് ചെറിയൊരു ഭാഗത്ത് തുടങ്ങി
അതെല്ലാ ഭാഗത്തേക്കും വരും. നമുക്കറിയാമെന്നറിയാം, ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. അല്ലെങ്കിൽ നമ്മൾ തൈര് ഉറയൊഴിക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സ്വല്പം ഉറയൊഴിച്ചാൽ കുറച്ച് കഴിയുമ്പം അതിനകത്ത് മൊത്തം അത് വ്യാപിക്കും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അതെവിടെയാ? ചെറിയൊരു എമൗണ്ട് മതി, അത് ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പം അവൻ്റെ ജീവിതത്തിന് അത് മൊത്തം മാറ്റം ഉണ്ടാക്കുന്നതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഇനി കടുകുമണി എടുത്തു നോക്ക്. ഉള്ള സീഡുകളിൽ വളരെ ചെറിയൊരു സീഡാണ്, പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് അത് വലിയൊരു പ്ലാന്റായി അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പ്ലാന്റുകൾ വളരെ ചെറുതാണ്. ചില സ്ഥലങ്ങളിൽ അത് വലിയ മരം പോലെയുള്ള വലിയ വൃക്ഷങ്ങളായിട്ട് മാറുന്ന സ്ഥലങ്ങളുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ കറിവേപ്പെന്ന് പറയുന്നത്. നാട്ടിലൊക്കെ നമുക്കറിയാം എത്രത്തോളം വളരുമെന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഉയരത്തിലുള്ള ഒരു വലിയ പ്ലാന്റായിട്ട് നിൽക്കും. എന്നാൽ ഞാൻ വലിയ മരം കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹ്യൂജ് കറിവേപ്പിൻ്റെ മരം ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ വളരുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ചെടിച്ചട്ടിക്കകത്ത് നിൽക്കത്തക്കോണമുള്ള വെയിലുള്ള കറിവേപ്പാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത്. എന്നാൽ ഫ്ലോറിഡയിലായിരുന്ന സമയത്ത് വലിയ മരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കറിവേപ്പിൻ്റെ. അവിടെ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ചെറിയൊരു സംഭവമാണ് മസ്റ്റർഡ് സീഡ്. അത് വളർന്ന് വലുതാകുന്നു. ഞാനിത് പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ, യേശുവിലുള്ള വിശ്വാസം അപ്രകാരമുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഞാൻ ആത്മാർത്ഥമായിട്ടായിരുന്നല്ലോ അന്ന് ഞാൻ ഏറ്റു പറഞ്ഞത്. ഞാൻ ആത്മാർത്ഥമായിട്ടാണല്ലോ കർത്താവ് എൻ്റെ രക്ഷിതാവെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വിശ്വസിച്ചിട്ടാണല്ലോ അന്ന് ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോയത്. ശരിയാ പറഞ്ഞ കാര്യമല്ല. നിങ്ങൾ വിശ്വസിച്ചിട്ട് തന്നെ അത് ചെയ്തത്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ക്രമേണ നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ മാത്രം ചെക്ക് ചെയ്ത് പോകുന്നവരായിട്ട് തീർന്നു. ക്രമേണ നമ്മൾ വളരെ സെൽഫിഷായി നമ്മുടെ കാര്യം മാത്രം നോക്കി പോകുന്നവരായിട്ട് തീർന്നു. ക്രമേണ നമ്മൾ സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുത്തില്ല, കരുണ കാട്ടേണ്ടടുത്ത് കരുണ കാട്ടിയില്ല, നമ്മൾ വാത്സല്യം കാണിക്കേണ്ടടുത്ത് വാത്സല്യം കാണിച്ചില്ല, സഹായം ചെയ്യേണ്ടടുത്ത് സഹായം ചെയ്തില്ല. അങ്ങനെ ചെറിയ 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 വിശ്വാസത്തെ വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ട എന്ന് വെച്ചു. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ വചനം വായിക്കുന്നുണ്ട്, ഓടിച്ചൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെയായി നമ്മുടെ ക്രിസ്തീയ ജീവിതം ചുരുങ്ങിപ്പോയി. ആ വിശ്വാസം വളർന്ന് അത് വലുതാകുവാൻ തക്കവണ്ണമുള്ള അവസരം നമ്മൾ കൊടുത്തില്ല. അതിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകുവാൻ നമ്മൾ സമ്മതിച്ചില്ല. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം അതിൻ്റെ പ്രവൃത്തി ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ദൈവം ഏകനെന്നും ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചെന്നും ദൈവമെന്നും പിശാച് പോലും വിശ്വസിക്കുന്നു. അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു. അവനും ഭയമുണ്ട്. ദൈവത്തെ ദൈവമെന്ന് അവൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? നമ്മുടെ ജീവിതത്തിൽ ഇത് വ്യത്യാസം വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം ശരിക്കും നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മാറിപ്പോയി ആ വഴികളിൽ നിന്നെല്ലാം. ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുമ്പം ഇങ്ങനൊരു അവസ്ഥയിലാണെങ്കിൽ യു നീഡ് ടു കം ബാക്ക്. ബിക്കോസ് that kind of faith is not useful. It doesn't amount to salvation. It doesn't amount to anything. It is only human religion, nothing more than that. Okay, so that is something that we need to understand. ഇവിടെ 21-ാമത്തെ വാക്യം മുതൽ അത് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് യാക്കോബ് അപ്പോസ്തലൻ. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? പ്രവൃത്തി ചെയ്ത് നീതീകരിക്കപ്പെട്ടു എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തൻ്റെ വിശ്വാസം ആ പ്രവൃത്തിയിലുണ്ടായി. കാരണം ദൈവം തന്നോട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്തതാണ്, ഞാൻ നിനക്കൊരു സന്തതിയെ തരാമെന്ന്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അബ്രഹാം ഇടയ്ക്ക് വെച്ച് ഇനി അത് നടക്കത്തില്ലായിരിക്കുമെന്നുള്ള ചിന്ത തൻ്റെ ഹൃദയത്തിൽ ഒരു പക്ഷേ വന്നു കാണുമായിരിക്കാം. ഇശ്മയേൽ ഉണ്ടാകുന്നു. അതിനുശേഷം ദൈവത്തോട് താൻ പറയുന്നുണ്ട്, ദാറ്റ്സ് ഇനഫ്. ബട്ട് ഗാഡ് സെഡ് നോ നോ നോ, ഐ എം ഗോയിങ് ടു ഗിവ് യു ദ പ്രോമിസ് സൺ. ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്ത സന്തതിയെ ഞാൻ നിനക്ക് തരാൻ പോവാം. അങ്ങനെ ദൈവം കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം ദൈവം പറയുകയാണ്, നീ ഈ മകനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കണം. അബ്രഹാമിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു സംശയം ഉണ്ടായില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ വിശ്വാസം തൻ്റെ ഹൃദയത്തിനകത്ത് വന്നേച്ച് എന്നാ സംഭവിച്ചെന്നറിയാമോ? തനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞത് ഞാൻ അപ്രകാരം ചെയ്യാൻ പോവുക. അതിൻ്റെ കാരണം അവൻ്റെ ചാരത്തിൽ നിന്ന് അവനെ തിരികെ കൊണ്ടുപോകാൻ, വേറൊരു ഇസാക്കിനെ തരുമെന്നല്ല, അവനെ തിരികെ കൊണ്ടുവരുവാൻ തക്കോണം എൻ്റെ ദൈവത്തിന് സാധിക്കും. അത്രത്തോളം ഉറപ്പുണ്ടായതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ തനിക്കൊരു മടിയില്ലായിരുന്നു. അപ്പം തന്നിലുള്ള വിശ്വാസം അത് പ്രവൃത്തി ചെയ്യുവാൻ തക്കോണം കാരണമാക്കി തീർത്തു. അപ്പം നമുക്ക് തിരിച്ചും പറയാൻ പറ്റും, ഇവനെ പ്രവൃത്തിയാണ് നീതീകരിച്ചത്. കാര്യം ഈ പ്രവൃത്തി ചെയ്യുവാൻ തക്കോണം തയ്യാറാണ്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്, അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായും എന്ന് നീ കാണുന്നില്ലയോ. അപ്പം ഇത് രണ്ടും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു കോയിൻ എടുത്തു തരുന്നോട്ടെ, ആ കോയിനിൻ്റെ ഒരു ഭാഗം വിശ്വാസവും മറ്റേ ഭാഗം പ്രവൃത്തിയുമാണ്. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവൃത്തിയുണ്ട്. ഈ പ്രവൃത്തികൾ യേശുക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തി നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിശ്വാസമുണ്ട്. കാരണം ഈ ഗോസ്പൽ കേട്ട് രക്ഷിക്കപ്പെട്ടു വരുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്താണെന്നറിയാമോ? നമ്മളെ ക്രിസ്തുവിനോട് അനുരൂപരാക്കിയ, ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ എന്ന് പറഞ്ഞാൽ അതൊരു വാക്കിൻ്റെ ഒരു ഫ്രേസ് മാത്രമല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കർത്താവിനെ പോലെ ആകുക, കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുക. കർത്താവ് കരുണ കാണിക്കുന്ന ആയിരുന്നു. കർത്താവ് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കാണുന്ന രക്ഷകനായിരുന്നു. അതെ. കർത്താവ് പാവങ്ങളെ പുറത്തു കൊടുക്കുന്ന ദൈവമായിരുന്നു. കർത്താവ് തന്നോട് ദ്രോഹം ചെയ്തപ്പോഴും കർത്താവ് എന്നാ പറഞ്ഞത്? അവർ ചെയ്യുന്നതെന്തെന്ന് അവർക്കറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ. അപ്പം നമ്മൾ നിശ്ചയമായിട്ടും ആ സ്വഭാവത്തിലേക്ക് വരാനാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ഇനി അടുത്തൊരു ഉദാഹരണം കൂടെ അവിടെ പറയുന്നുണ്ട്. നമ്മൾ ആ ഉദാഹരണത്തിലേക്ക് ഇന്ന് പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച ആ കാര്യം തീർക്കാം. രാഹാബ് എന്ന വേശ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെയും പ്രവൃത്തി നമുക്കറിയാം എന്തായിരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. അവരും അവരുടെ വിശ്വാസം, ഈ ദൈവം ശക്തനെന്ന് അറിഞ്ഞിരുന്ന ആ സ്ത്രീയെ അതേപടി വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചു. എന്നിട്ട് താൻ കൺക്ലൂഡ് ചെയ്യുക ഇവിടെ ഇങ്ങനെ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. അപ്പം നമ്മളിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടോയെന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. I hope that this is going to be a great blessing to you, that you would always think about your faith. Because faith is something that grows inside of you. Faith is something that makes you produce the fruit of righteousness every day that is going to come out. But if that is not there, just come before the presence of God. Admit where you have fallen and ask Him to restore you. We need to do that. I hope this was a blessing to you. I want to pray for you before I close, and then I will take some questions and we will discuss those things in detail. Heavenly Father,
We thank you for this beautiful time that you gave us. Lord, I pray, O God, that your favor would be upon my brothers and sisters. Lord, this small study group that we have started, I pray, O God, that this would help us to lead a life that is pleasing to you. And I pray that each and every day our faith would increase. We would do really well. We would, oh Lord, honor you in every way, and that we will grow in the likeness of you. Thank you for listening and accepting our prayer. In Jesus' precious name, amen.